പ്രധാനമന്ത്രിയുടെ സന്ദേശം സർവകക്ഷി യോഗത്തിൽ അവതരിപ്പിച്ച് കേന്ദ്രമന്ത്രിമാർ. നിർണായക ഘട്ടത്തിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കാൻ പ്രധാനമന്ത്രിയുടെ ആഹ്വാനം. രാഷ്ട്രം ഒറ്റക്കെട്ടായി ഭീകരതയെ നേരിടുമെന്നും പ്രധാനമന്ത്രി. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗാണ് ഓപ്പറേഷൻ സിന്ദൂർ വിവരിച്ചത്. മല്ലികാർജുൻ ഖാർഗെ, രാഹുൽ എന്നിവരാണ് കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്നത്. ഏതായാലും ഓപ്പറേഷൻ സിന്ദൂരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കാനാണ് പ്രധാനമന്ത്രി വിളിച്ചു ചേർത്ത ഈ യോഗം. പ്രധാനമന്ത്രി യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. ആഭ്യന്തരമന്ത്രി, പ്രതിരോധ മന്ത്രി തുടങ്ങിയവരാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. ഇപ്പോൾ വിശദാംശങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുകയാണ്. ഗൗതം, ഈ ഒരു സാഹചര്യത്തിൽ ഒറ്റക്കെട്ടായി നിൽക്കാൻ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് സർവകക്ഷി യോഗം. യോഗ നടപടികൾ എങ്ങനെ പുരോഗമിക്കുന്നു? KP, ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ചുള്ള വിശദമായ വിവരങ്ങൾ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികളെ അറിയിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കേന്ദ്ര സർക്കാർ ഈ സർവകക്ഷി യോഗം വിളിച്ചത്. പ്രധാനമായും ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറും അതുപോലെ തന്നെ ധനകാര്യമന്ത്രി ഡോക്ടർ എസ് നിർമ്മല സീതാരാമനും പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി കിരൺ റിജിജു തുടങ്ങിയവർ ഈ യോഗത്തിൽ കേന്ദ്ര സർക്കാരിനെ പ്രതിനിധീകരിച്ച് ഉണ്ടായിരുന്നു. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ചുള്ള നിർണായകമായ ഓപ്പറേഷൻ, ആ ദൗത്യം എങ്ങനെയാണ് നമ്മൾ വിജയകരമായി പൂർത്തീകരിച്ചത് എന്നത് സംബന്ധിച്ചുള്ള ഒരു വിശദീകരണം ഈ സർവകക്ഷി യോഗത്തിനകത്ത് അവതരിപ്പിച്ചു. ഒപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദേശം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വായിച്ചു. ഭീകരതയ്ക്കെതിരെ ഒറ്റക്കെട്ടായി പോരാടുക, ഭീകരതയെ പൂർണ്ണമായും അവസാനിപ്പിക്കുക എന്നൊരു സന്ദേശമാണ് അദ്ദേഹം ഈ യോഗത്തിന് അയച്ചത്. അത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അവതരിപ്പിക്കുകയും ചെയ്തു. എന്തായാലും രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ പ്രതിനിധികൾ കൂടി ഈ യോഗത്തിൽ അഭിപ്രായങ്ങൾ വ്യക്തമാക്കും. നേരത്തെ പഹൽഗാം ഭീകരാക്രമണം കഴിഞ്ഞ ഉടൻ തന്നെ ഒരു സർവകക്ഷി യോഗം കേന്ദ്ര സർക്കാർ വിളിച്ചിരുന്നു. അന്ന് പഹൽഗാമിൽ എന്താണ് സംഭവിച്ചത് എന്നതിനെ പറ്റിയുള്ള വിശദീകരണവും അതിന് ശക്തമായ മറുപടി കേന്ദ്ര സർക്കാർ നൽകുമെന്ന ഉറപ്പ് മുഴുവൻ രാഷ്ട്രീയ പാർട്ടികൾക്കും നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അന്ന് കേന്ദ്ര സർക്കാർ സർവകക്ഷി യോഗം വിളിച്ചത്. എന്തായാലും ആ മറുപടി നൽകി കഴിഞ്ഞിരിക്കുന്നു. ഭാരതത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ഒപ്പം മുഴുവൻ സംഘടനകൾക്കും അന്ന് കേന്ദ്ര സർക്കാർ നൽകിയ ഉറപ്പ് എന്നത് ഈ ഭീകരശക്തികൾക്ക് കനത്ത മറുപടി നൽകും എന്നുള്ളതാണ്. ആ മറുപടി ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ നടത്തി കഴിഞ്ഞിരിക്കുന്നു. ജമ്മു ആൻഡ് പാക് അധിനിവേശ ജമ്മു കാശ്മീരിലെ 4 ഭീകര കേന്ദ്രങ്ങളും അതുപോലെ തന്നെ പഞ്ചാബ് പ്രവിശ്യയിലുള്ള പാകിസ്ഥാനിലെ ജെയ്ഷെ മുഹമ്മദിന്റെയും ലഷ്കർ ഇ തോയ്ബയുടെയും ഒക്കെ ആസ്ഥാനം ഉൾപ്പെടെ ആക്രമിച്ചു കൊണ്ടുള്ള ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച് ഉള്ള വിശദീകരണം അതാണ് ഈ സർവകക്ഷി യോഗത്തിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ യോഗത്തിന് ശേഷം ഇപ്പോൾ നേതാക്കൾ പുറത്തേക്കിറങ്ങിയ ശേഷം ഈ യോഗം സംബന്ധിച്ചുള്ള വിശദമായ വിവരങ്ങൾ കേന്ദ്ര സർക്കാരിനെ പ്രതിനിധീകരിച്ച് കേന്ദ്രമന്ത്രി കിരൺ റിജിജു, അദ്ദേഹമാണ് പാർലമെന്ററി കാര്യ വകുപ്പ്, അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കും. ഒപ്പം കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ കൂടി ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മുസ്ലിം ലീഗിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ET മുഹമ്മദ് ബഷീറും CPIM-ന്റെ രാജ്യസഭാ കക്ഷി നേതാവായി അടുത്തിടെ തെരഞ്ഞെടുക്കപ്പെട്ട ജോൺ ബ്രിട്ടാസും പോലുള്ള മലയാളികളും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അവരും അല്പസമയത്തിനകം പ്രതികരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഗൗതം, ഓപ്പറേഷൻ സിന്ദൂരിന്റെ കാര്യങ്ങൾ വിശദീകരിക്കുന്നതോടൊപ്പം തന്നെ അതിർത്തിയിൽ പാകിസ്ഥാൻ പ്രകോപനം തുടരുന്ന സാഹചര്യത്തിൽ ഇനിയുള്ള ഒരുപക്ഷെ ഓപ്പറേഷൻ സിന്ദൂർ 2 അടക്കമുള്ള സാധ്യതകൾ മുന്നിലുണ്ട് എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അത്രത്തോളം പ്രകോപനമാണ് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അത്തരം തുടർ നടപടികൾ എന്താണ് എന്ന വിഷയം കൂടി സർവകക്ഷി യോഗത്തിൽ ചർച്ച ചെയ്യാനുള്ള ഒരു സാധ്യതയുമുണ്ടല്ലേ? KP, കഴിഞ്ഞ 36 മണിക്കൂറിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ എന്താണ് എന്നത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വിശദീകരിച്ചു കഴിഞ്ഞു. KP സൂചിപ്പിച്ചതുപോലെ ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം അതിർത്തി പൊതുവെ അശാന്തമാണ്. കാരണം പാകിസ്ഥാൻ തുടർച്ചയായി അവിടെ വെടിനിർത്തൽ കരാർ ലംഘനം നടത്തുന്നുണ്ടായിരുന്നുവെങ്കിലും ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന വലിയൊരു പ്രഹരം പാകിസ്ഥാൻ ഏൽപ്പിച്ചതിന് ശേഷമാണ് പൂഞ്ച് മേഖലയിലും മറ്റും പാകിസ്ഥാൻ കഴിഞ്ഞ ദിവസം രൂക്ഷമായ വെടിവെപ്പ് ഈ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് നടത്തിയത്. ഏതാണ്ട് സർക്കാർ നൽകുന്ന കണക്ക് പ്രകാരം 13 പേരാണ് പൂഞ്ച് സെക്ടറിൽ പാകിസ്ഥാൻ നടത്തിയ വെടിവെപ്പിൽ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതിർത്തിയിൽ ഭാരതം ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ കൂടി സ്വാഭാവികമായും ഈ സർവകക്ഷി യോഗത്തിനകത്ത് ഉയരുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഈ ഓപ്പറേഷൻ സിന്ദൂർ പൂർണ്ണമായി കഴിഞ്ഞ് അതിൻ്റെ ആദ്യഘട്ടം പൂർത്തീകരിച്ചിരിക്കുന്നു. വിജയകരമായി ഭീകര കേന്ദ്രങ്ങൾ തകർക്കാൻ കഴിഞ്ഞു. പ്രത്യേകിച്ച് ലഷ്കറിന്റെയും ജെയ്ഷയുടെയും ആസ്ഥാനത്ത് തന്നെ അടിക്കാൻ ഭാരതത്തിന്റെ സൈന്യത്തിന് സാധിച്ചിരിക്കുന്നു. ഒപ്പം ഈ അതിർത്തിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ ആശങ്കയുണ്ടാക്കുന്നതാണ്. അതിനാൽ അവിടെ എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, ഒപ്പം ഈ അതിർത്തിയിൽ വിന്യസിച്ചിട്ടുള്ള സേനാ യൂണിറ്റുകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നില കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി നൽകിയിരുന്നു. ഇക്കാര്യങ്ങൾ എല്ലാം ഇന്നത്തെ ഈ സർവകക്ഷി യോഗത്തിനകത്ത് കേന്ദ്ര സർക്കാർ വിശദീകരിക്കും. ഇനിയും അതിർത്തിയിൽ പാകിസ്ഥാൻ പ്രകോപനം തുടർന്നാൽ അതിനെ ഏത് ദിശയിലായിരിക്കും നേരിടുക എന്ന കാര്യം കൂടി ഒരുപക്ഷെ ഇന്നത്തെ യോഗത്തിൽ കേന്ദ്ര സർക്കാർ ഈ മറ്റു രാഷ്ട്രീയ പാർട്ടികളെ ധരിപ്പിക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. സർവകക്ഷി യോഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗൗതമാണ് ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.